കർഷകന് വേണ്ടി ഒരു പാക്കേജുണ്ട്. അവന് ഒരു ഫണ്ട് മാറ്റി വെക്കണം. കാരണം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പാക്കേജ് ഉണ്ടല്ലോ. എന്തിനാ കർഷകനെ മാത്രമായിട്ട് അങ്ങനെ മാറ്റി നിർത്തുക? നമുക്ക് PR വർക്ക് ഇല്ല. കാരണം കുട്ടനാട്ടിലെ LDF സ്ഥാനാർത്ഥി തോമസ് കെ തോമസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. രണ്ട് പാർട്ടിയുടെയും ഘടകകക്ഷികൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് NDA. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇവിടുത്തെ പോരാട്ടം? മത്സരം നല്ല കാര്യമാണ്. മത്സരിക്കണമല്ലോ, എന്നേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കുട്ടനാടിനെ സംബന്ധിച്ച് കുട്ടനാട്ടിൽ എന്താണ് നടന്നിരിക്കുന്നത്, എന്താണ് വികസനം കൊണ്ടുവന്നിരിക്കുന്നത്, അതിനെന്തെല്ലാമാണ് തടസ്സങ്ങളുണ്ടായിരുന്നത്, അത് എത്രത്തോളം നീക്കി, ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കുട്ടനാട്ടിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അവർക്കറിയാമല്ലോ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കുട്ടനാട്ടിൽ നടന്നിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും. പ്രത്യേകിച്ചും കുട്ടനാട്ടിൽ ഏറ്റവും വലിയ വിഷയം കുടിവെള്ളമാണ്. ഓക്കെ, അത് പൂർണ്ണമായും പരിഹരിച്ചിരിക്കുകയാണ് MLA. അത് ശരിക്കും തോമസ് ചാണ്ടി എൻ്റെ സഹോദരനാണ് അത് തുടങ്ങുന്നത്. അദ്ദേഹം തുടങ്ങി, അദ്ദേഹം തന്നെ കാശ് കൊടുത്ത് സ്ഥലം മേടിച്ച് ഗവൺമെൻറ്റിന് കൊടുത്തു. ആ സ്ഥലത്താണ് ഇന്ന് ആ 30 MLD പ്ലാന്റ് 65% പണി പൂർത്തീകരിച്ച് നിൽക്കുന്നത്. ബാക്കിയുള്ള വർക്കുകൾ അവർ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. ഈ വർഷം അവർ പൂർത്തീകരിക്കട്ടെ. ഇപ്പം നമ്മൾ 6 മാസം അല്ലെങ്കിൽ 7 മാസം എന്നുള്ളൊരു കണക്ക് വെക്കുന്നത്. നമ്മളത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്നൊരു പ്രോമിസാണ്. ഞങ്ങൾ പെട്ടെന്ന് തീർക്കുക, MLAയുടെ ഹെൽപ്പ് വേണം, എങ്കിലേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് എല്ലാ ഹെൽപ്പുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ രീതിയിലാണ് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരു 90% വിഷയം പരിഹരിക്കപ്പെടും. പിന്നെ പാലങ്ങളും റോഡുകളും അതിൻ്റെ സംവിധാനങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പിന്നെ ഹോസ്പിറ്റല്, നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ സ്കൂളുകളെ, ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രാമീണ റോഡുകൾക്കാണ് ഇപ്പം ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പറഞ്ഞ് 100 കോടി രൂപ തരണം. കാരണം മെയിൻ റോഡുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുന്ന റോഡുകൾ വളരെ ശോചനീയവും പരിതാപകരവുമാണ്. അത് പ്രത്യേകിച്ചും കാവാലം, പുളുങ്ങുന്ന, നീലമ്പേരൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഇടറോഡുകൾ വളരെ ശോചനീയ അവസ്ഥയിലാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണും. മുഖ്യമന്ത്രി പറഞ്ഞ് തീർച്ചയായിട്ടും തരാം. എനിക്ക് കുറച്ച് ഫണ്ട് അദ്ദേഹം അനുവദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രയോറിറ്റി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്, അങ്ങനെ അതിന് മുൻപന്തി നിൽക്കുന്ന ഒരു MLA, അത് ജനങ്ങൾ വിലയിരുത്തും. തീർച്ചയായിട്ടും ജനങ്ങളുടെ ആ വിലയിരുത്തലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ ആര് മത്സരിച്ചാലും നമുക്കതൊരു പ്രസക്തിയുള്ള കാര്യമല്ല. പ്രസക്തി എന്ന് പറയുന്നത് ജനങ്ങൾ എന്ത് അവർ നേടിയെടുക്കാൻ പറ്റി, അവരുടെ ആ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കപ്പെട്ടു, അവർക്ക് ആവശ്യമായിട്ടുള്ള വികസനം എത്തിയിട്ടുണ്ടോ, ഇത് നോക്കേണ്ട ചുമതല ജനങ്ങൾക്കുള്ളതാണ്. അവർ വിലയിരുത്തട്ടെ. ഈ നെൽകൃഷിയിൽ ഉൾപ്പെടെ, അതായത് ആലപ്പുഴ ജില്ലയിൽ പ്രധാനപ്പെട്ട കുട്ടനാട് നെൽകൃഷിയിൽ അറിയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് നോക്കുമ്പോൾ കർഷകർ വലിയ രീതിയിൽ തഴഞ്ഞു എന്നുള്ള കാര്യം ബജറ്റിൽ ഉൾപ്പെടെയുണ്ട്. കർഷകർ വലിയ രീതിയിൽ അവരുടെ പ്രശ്നം പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇനി അല്ലെങ്കിൽ ഇപ്പോൾ MLA ആയി കഴിഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാകുമോ? കർഷകരുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാകുമോ? തീർച്ചയായിട്ടും കർഷകരുടെ വിഷയം ഞാൻ നിയമസഭയിൽ എൻ്റെ ലാസ്റ്റ് പ്രസംഗം നിങ്ങൾക്ക് നോക്കാം. ഞാൻ പറഞ്ഞ 33 രൂപ 50 പൈസ കർഷകന് താങ്ങുവില കൊടുത്തേ ഒക്കത്തുള്ളൂ. 2, കർഷകന് വേണ്ടി ഒരു പാക്കേജുണ്ട്. അവന് ഒരു ഫണ്ട് മാറ്റി വെക്കണം. കാരണം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പാക്കേജ് ഉണ്ടല്ലോ. എന്തിനാ കർഷകനെ മാത്രമായിട്ട് അങ്ങനെ മാറ്റി നിർത്തുന്നത്? അവർക്കൊരു പാക്കേജ് വേണം. അവിടെ നെല്ല് സമയത്തെടുക്കണം. അവർക്ക് പൈസ ആ സ്പോട്ടിൽ തന്നെ അവരുടെ ബാങ്കിൽ കിട്ടാനുള്ള സംവിധാനം വേണം. അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. എങ്കിലേ കർഷകർ മുന്നോട്ട് വരത്തുള്ളൂ. അല്ല കർഷകൻ എപ്പോഴും നെല്ലെടുക്കുന്നതിനും വിതയ്ക്കുന്നതിനും കൊയ്യുന്നതിനും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കുട്ടനാട്ടിൽ പറ്റില്ല. അതിനാവശ്യമായുള്ള ഒരു പാക്കേജ് കുട്ടനാട് ഗവൺമെൻറ് കുട്ടനാടിന് വേണ്ടി ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ടും മുഖ്യമന്ത്രിയുടെ വിഷയം പറഞ്ഞിട്ടുണ്ട്, ലെറ്റർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യത്തെ പ്രയോറിറ്റി അതിന് തന്നെയാണ്. കർഷകൻ്റെ കണ്ണുനീര് ഒപ്പുക എന്നുള്ള ഒരു വിഷയം തന്നെയാണ് MLA ഏറ്റെടുത്തിരിക്കുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രണ്ടാമതുമാണ് മത്സരിക്കുന്നത്. MLA ആയിട്ട് തന്നെ തുടരുമെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് പ്രതികരണം ജനങ്ങളുടെ? അല്ല, ജനങ്ങൾ വേണമല്ലോ തീരുമാനിക്കാനായിട്ട്. അവരിലേക്ക് ഞാൻ എത്രത്തോളം എത്തി, എന്തെല്ലാം കാര്യം ചെയ്തു, കുടിവെള്ളത്തിന് എന്തൊക്കെ ചെയ്തു, റോഡുകൾക്ക് എന്തൊക്കെ ചെയ്തു, പാലങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു, ഇത് ജനങ്ങൾ വേണം വിധി എഴുതാനായിട്ട്. അവർ മനസ്സിലാക്കട്ടെ, അവർ വിധി എഴുതിക്കോളും. കാരണം ആദ്യത്തെ കന്നി മത്സരത്തിൽ തന്നെ ഒരു മാന്യമായ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കുട്ടനാട്ടിൽ സാധിച്ചല്ലോ. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പം 5 വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് ഈ PR വർക്ക് എന്ന് പറയുന്നത് എനിക്കും തോമസ് ചാണ്ടിക്കും വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് PR വർക്ക് ഇല്ല. കാരണം നമ്മൾ ഈ ചെയ്തു വിട്ടു പോന്നു.
പല റോഡുകളുടെ ഉദ്ഘാടനം ഈ കഴിഞ്ഞൊരു മാസം ഞാൻ ചെയ്ത റോഡുകളുടെ ഉദ്ഘാടനം ഞാൻ തന്നെ നിശ്ചയിച്ചു പോയി. കാരണം ഇത്രയധികം റോഡുകൾ പണി പൂർത്തീകരിച്ച് കിടക്കുന്നു, ഒക്കെ പണി തുടങ്ങാൻ പോകുന്നു. ഇതെല്ലാം ഉദ്ഘാടനം നടത്തുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങളല്ല. ആ ജനങ്ങൾ എൻ്റെ ബന്ധം ഓരോ വാർഡ് മെമ്പറുമായിട്ടാണ്, ആ വാർഡിലെ ആൾക്കാരുമായിട്ടാണ്. ഞാൻ ആ വാർഡിൽ ചെല്ലുമ്പോൾ അവരുമായിട്ടുള്ള എൻ്റെ സ്വഭാവം, എൻ്റെ അവരോടുള്ള ആ സ്നേഹപ്രകടനം, കാരണം അവരുടെ ഒരു ആശ്വാസമായി ഞാൻ മാറിയത് തീർച്ചയായിട്ടും ഒരു വിലയിരുത്തും, ഒരു സംശയമില്ല കാര്യത്തിൽ. എന്തായാലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് തോമസ് കെ തോമസ് ഇത്തവണയും കുട്ടനാട്ടിൽ MLA ആയി തന്നെ തുടരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തോമസ് കെ തോമസ് ഉള്ളത്. ക്യാമറ പേഴ്സൺ ലേഷ് കാഞ്ഞികാവിനൊപ്പം ഫൈസൽ മീഡിയ 1 ആലപ്പുഴ.